നമ്മൾ വീണ്ടും പുന്നമട തീരത്തേക്ക് പോവുകയാണ്. എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുന്നുണ്ട് അവിടുത്തെ ആവേശ കാഴ്ചകളുമായി. ഹാഷ്മി, വിജയകുമാർ. ഉന്മേഷ്, അല്പസമയത്തിനകം SKN ഇവിടേക്ക് എത്തും. SKN കൂടി വന്നാൽ നമ്മളുടെ ക്യാപ്റ്റൻ കൂടി എത്തിയാൽ നമ്മളുടെ ഈ ബോട്ട് ക്ലബ്ബ് പിന്നെ ഒരു തുഴച്ചിലായിരിക്കും. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ മാസ്ട്രലിന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ നമ്മളിൽ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിന് സമീപത്തേക്ക് മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളും എത്തും. അവിടെയാണ് മാസ്ട്രൽ നടക്കുന്നത്. എല്ലാ വള്ളങ്ങളും ഇവിടെ ഈ കാഴ്ചക്കാരെ അഭിവാദ്യം ചെയ്ത് അവരവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. ഇത്തവണ ആദ്യ ഹീറ്റ്സ് മുതൽ അവസാന ഹീറ്റ്സ് വരെ കടുകട്ടി പോരാട്ടമായിരിക്കും, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഈ ടൂർണമെന്റിലെ ഏറ്റവും ഫേവററ്റുകൾ തന്നെയാണ്. ആ ഫേവററ്റുകൾ എല്ലാ റൗണ്ടിലും, അതായത് എല്ലാ ഹീറ്റ്സിലും ഒന്നോ രണ്ടോ ഫേവററ്റ് ടീമുകൾ മത്സരിക്കുന്നുണ്ട്. ആ നിലയിലാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് ഈ മത്സരം തുടങ്ങിയാൽ പിന്നെ അതിലെല്ലാ ഹീറ്റ്സിൽ നിന്നും ആവേശം വിതറുന്ന തുഴച്ചിലിൻ്റെ വിവരങ്ങളായിരിക്കും വരിക. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഇവിടെ ഈ പറയുന്ന ടീമുകൾ, അതായത് ഈ ടീമുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ട്രാക്കുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസൊക്കെ ആ ട്രാക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പോകുന്നുണ്ട്. നേരത്തെ ഈ ആവേശം മൂത്ത് പലരും ഈ വെള്ളത്തിലേക്കൊക്കെ എടുത്തു ചാടുകയും ട്രാക്കിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആ വെളിച്ചപ്പാടൊക്കെ വെള്ളത്തിലേക്കൊക്കെ ചാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇങ്ങനെ ഈ ഭാഗത്തുകൂടിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ആവേശം ഇവരൊക്കെ ആവേശം മൂത്ത് വെള്ളത്തിൽ ചാടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് പോലീസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും അവര് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? വെള്ളത്തിൽ കരക്ക് കയറിയിട്ടില്ല. അവിടെ ഈ വള്ളം, നമ്മളെ ഈ കാണുന്ന വള്ളത്തിന്റെ അവിടെ പതാക PBCയുടെ പതാകയാണ്. അത് UBC. കഴിഞ്ഞ തവണയൊക്കെ PBC UBC നേർക്കുന്ന ഏറ്റുമുട്ടാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. UBC കൈനകരി തലവടിച്ചുണ്ടനാണ്. തലവടിച്ചുണ്ടൻ കഴിഞ്ഞ തവണ നീറ്റിലിറക്കിയ ചുണ്ടനാണ്. നീറ്റിലിറക്കിയ ചുണ്ടനാണെങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ നല്ല ഒന്നാം തരം പെർഫോമൻസ് കാഴ്ച ചുണ്ടനാണ് തലവടി ചുണ്ടൻ. ഇക്കുറി അത് പരിചയസമ്പന്ന UBC കാറ്റഗറിയോട് വരുമ്പോൾ തലവടി ചുണ്ടൻ ഒരുപക്ഷെ അട്ടിമറി ചുണ്ടനാകുമോ എന്നുള്ള സംശയം ഇവിടെ ആൾക്കാർക്കുണ്ട്. ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം. ഇവിടെ ഓരോരോ മിനിറ്റ് കഴിയും തോറും പുന്നമടക്കായലിൽ ആവേശം ഇങ്ങനെ മെർക്കുറിയിലെ പോലെ ഇഞ്ചോടിഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്യാലറികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നേരത്തെ സാധാരണഗതിയിൽ ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണ് ഈ വള്ളംകളി നടക്കുക. പക്ഷേ ഇക്കുറി നമുക്കറിയാം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അതിന്റെ സ്ഥിരം സമയക്രമത്തിൽ നിന്ന് മാറിയൊരു വള്ളംകളി നടന്നാൽ, സീസൺ നടന്നാൽ ആവേശം കുറയും. നേരത്തെ വലിയ ദിവാഞ്ചി ചുണ്ടൻ ഇതുവഴി പോയിരുന്നു. വലിയ ദിവാഞ്ചി എന്ന് പറഞ്ഞാൽ പുതിയ ചുണ്ടൻവള്ളമാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ. വലിയ ദിവാഞ്ചി ചുണ്ടൻവള്ളം പോയിരുന്നു. അസാധ്യമായ വള്ളമാണ്. അന്നേരം കാഴ്ചയ്ക്ക് അസാധ്യ ഭംഗിയുള്ള, നല്ല എടുപ്പുള്ള, നല്ല നിർമ്മാണത്തിലുള്ള ഒരു വള്ളമാണ് ആ വള്ളം എന്താണ് ഇക്കുറി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമെന്നറിയില്ല. നമുക്ക് വലിയ ദിവാഞ്ചി വള്ളം നോക്കണം, മേപ്പാടം വള്ളം നോക്കണം. പുതിയ വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പുതിയ സാങ്കേതിക വിദ്യയിൽ പുത്തനായി ഉണ്ടാക്കുന്ന വള്ളങ്ങളാണ് മേപ്പാടനൊക്കെ. അപ്പോൾ അത് പരിചയസമ്പന്നരെ അട്ടിമറിക്കാനും മാത്രം കേൾപ്പുണ്ടോ പുത്തൻകൂറുകാർ, പുത്തൻ വള്ളങ്ങൾക്ക്? എന്തായാലും മേപ്പാടനെ നോക്കി വെക്കണം. മേപ്പാടൻ വരും കാലത്തിൻ്റെ ഒരു ഹീറോ എന്നായിട്ടൊരു തർക്കമില്ല മേപ്പാടൻ. ഇവിടെ ഗാലറിയിലേക്ക് നോക്കിയാൽ ഗാലറി അസാധ്യമായി നിൽക്കുന്നു. UBCയുടെ സ്പീഡ് ബോട്ട് വരുന്നു. ഇനി ട്രാക്ക് എൻട്രി നടക്കാനുണ്ട്. ചുണ്ടൻ ട്രാക്ക് എൻട്രി അതാണ് പറഞ്ഞ നേരത്തെ വലിയ ദിവാഞ്ചി ചുണ്ടൻ ട്രാക്ക് എൻട്രി നടത്തി പോയതാണ്. കാരിച്ചാലിൽ ട്രാക്ക് എൻട്രി നേരത്തെ കഴിഞ്ഞിരുന്നു. കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ എന്ന് പറയുമ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ആരാധക കൂട്ടം ഒരുപക്ഷെ ഈ ഗാലറിയിൽ ഒരുപാടുണ്ട് എന്ന് ഉറപ്പായും പറയാം. അത് പള്ളാത്തുരുത്തിക്ക് മാത്രമല്ല, UBCക്കും BBCക്കും ഇവിടെ ആലപ്പുഴയ്ക്ക് പുറത്തുള്ള കുമരകത്തിനും കുമരകം ടൗൺ ബോട്ട് ക്ലബിനൊക്കെ. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നാക്കൊടുക്കുന്ന സാധനമാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. അപ്പോൾ ഇതിനൊക്കെ വലിയ ആരാധക ബന്ധമുള്ള ഫാൻ ക്ലബ്ബുകളാണ്. അവരുടെ ആരാധകർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. എന്തായാലും ഇവർക്ക് ജയത്തിൽ കുറഞ്ഞൊന്നും നോട്ടമില്ല. തോൽക്കുക എന്നത് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. എല്ലാവരുടെയും ലക്ഷ്യം അതിന് എത്ര കൂടിയവരാണെങ്കിലും എത്ര താഴ്ന്നവരാണെങ്കിലും എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ഒറ്റ ലക്ഷ്യം നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ വെള്ളിക്കപ്പെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ കുറഞ്ഞൊന്നും ഈ പറയുന്ന ഒരു ക്ലബ്ബുകൾക്കോ ഒരു ചുണ്ടന്മാർക്കോ ഇല്ല. അപ്പോൾ എല്ലാവരും ഒരു കപ്പിന് വേണ്ടി അവസാന 5 മിനിറ്റത്തേക്ക് ആ ഫൈനൽ ലാപ്പിൽ മൈക്രോ സെക്കൻഡിൽ കപ്പടിക്കാൻ ആർത്തിരമ്പുമ്പോൾ ആ സമയത്ത് ഇവിടെ ആവേശം, ഇവിടെ പുന്നമടക്കായലിൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ തീപ്പൊരി മാറും എന്നൊരു തർക്കവും ഇല്ല. ഇവിടെ ഓരോരോ വള്ളങ്ങൾ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ
നമ്മുടെ വെളിച്ചപ്പാട്. അവിടെ ഓരോരോ വള്ളങ്ങൾ, കുറേയധികം വള്ളങ്ങൾ അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ട് ആളുകൾ വള്ളങ്ങൾ കാണാൻ നിൽക്കുന്നു. ഇത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി കാണാം. അതുകൊണ്ടാണ് ഇതാ നോക്കൂ, പള്ളാത്തുരുത്തിയുടെ പതാക പാറുന്നു നോക്കൂ. പള്ളാത്തുരുത്തിയുടെ ഒരു പ്രത്യേകതയുണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ കാരിച്ചാൽ ചുണ്ടനിലാണ് തുഴയുന്നത്. ഈ PBC എന്ന ഈ പതാക കണ്ടല്ലോ, ഈ PBCക്ക് ഇത്തവണ ഒരു വലിയ പ്രത്യേകതയുണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ കൂടി ജയിച്ചാൽ, തുടർച്ചയായി 4 നെഹ്റു ട്രോഫികളിൽ ജയിച്ച ടീം 5ാമത്തെ കപ്പ് കൂടി നേടുന്ന ടീം എന്ന ഈ നെഹ്റു ട്രോഫിയുടെ ഏതാണ്ട് 7 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം അവർ എഴുതുകയാണ്. അപ്പോൾ അവരങ്ങനെ എഴുതാൻ കഴിയുമോ എന്നറിയാൻ കൂടിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. കാരിച്ചാൽ എന്ന ഈ ടൂർണമെന്റിൽ ഈ നമ്മുടെ നെഹ്റു ട്രോഫിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ, കുട്ടനാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട വള്ളവും ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വള്ളങ്ങളിൽ ഒന്നാണ് കാരിച്ചാൽ. അത് തുഴയുന്ന PBC ഇവിടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട ഒരു ബോട്ട് ക്ലബ്ബായി മാറുകയും ചെയ്തു. UBC കൈനഗരി അതാണ് മറ്റൊരു എക്കാലത്തെയും ടൂർണമെന്റ് ഫേവററ്റുകൾ. ഇത്തവണ അവർ തലവടി ചുണ്ടലിലാണ് തുടയുന്നത്. 12 നെഹ്റു ട്രോഫികളാണ് അവർ നേടിയത്, തുടർച്ചയായിട്ടല്ല എന്നതാണ് ഒരു വ്യത്യാസം. പക്ഷേ 12 നെഹ്റു ട്രോഫി നേടുക, നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് 12 തവണ അവർ കൈനഗരിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇതിലെ UBC കൈനഗരിയുടെ ആരാധകർ ആർപ്പുവിളികളുമായി പോകുന്നത്. അവർ ഇത്തവണ അവർ കപ്പടിക്കും, അവരുടെ പഴയ പ്രതാപത്തിലേക്ക് അവർ തിരികെ വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ KTBC ആണ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. നടുഭാഗം ചുണ്ടലിലാണ് അവർ തുഴയുന്നത്. KTBC ഇവിടെ മുഴുവൻ ആവേശമാണ്. ഇവിടെ മുഴുവൻ ആവേശമാണ്. ഇവിടെ UBCയുടെയും BBCയുടെയും ആണ്. ഇത് അവർ UBC കൈനഗരി തലപിടിച്ചുണ്ട്. ആര് ജയിക്കും? ഉറപ്പാണോ? അപ്പൊ ഈ ബോട്ടിലുള്ളവർ UBCയുടെ ആൾക്കാരാണ്, ആ ബോട്ടിലുള്ളവർ BBCയുടെ ആൾക്കാരാണ്. UBCയുടെയും PBCയുടെയും ആരാധകരെ കൊണ്ട് നിറഞ്ഞിവിടെ ഒരു നിവർത്തിയില്ല. ഇവരാണ് ഒരു പക്ഷേ എല്ലാ ചുണ്ടന്മാർക്കും അവിടെ എന്താ ആർപ്പോയി തേങ്ങ പൊക്കാണ്. കരിക്കാണോ? കൊള്ളാം, ഗംഭീരം. അപ്പൊ കരിക്കൊക്കെ നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണുവിലേക്ക് പോകാം. വിഷ്ണു, അപ്പോ ഈ ഫിനിഷിംഗ് പോയിന്റിലാണല്ലോ ഇനിയിപ്പോൾ മാസ്റ്ററിൽ നടക്കാൻ പോകുന്നത്. അവിടേക്ക് ചുണ്ടൻ വള്ളങ്ങളൊക്കെ എത്തി തുടങ്ങിയോ? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? ഏത് വള്ളത്തിന്റെ ട്രാക്ക് എൻട്രി ആണ് ഇനി വിഷ്ണു? BBC ഇറങ്ങിയോ? ഹാഷ്മി, ട്രാക്ക് എൻട്രികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയ്യപുരം ചുണ്ടനുമായി വില്ലേജ് ബോട്ട് ക്ലബ്ബ് ട്രാക്കിലേക്ക് എത്തും. മാസ്റ്ററിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുക. ഇത്തവണത്തെ ഹീറ്റ്സിലും പോരാട്ടം അതിശക്തമാണ്. പ്രത്യേകിച്ച് 3ാം ഹീറ്റ്സ് ഒക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. 1ാം ട്രാക്ക്, അതായത് ഹീറ്റ്സ് 1-ൽ പായിപ്പാടൻ, ആലപ്പാടൻ, അതോടൊപ്പം തന്നെ ആയാപറമ്പ്, പാണ്ടി, ആനാരി ഒന്നാം ഹീറ്റ്സ് മത്സരങ്ങൾ ഇവർ തമ്മിലാണ്. 2ാം ഹീറ്റ്സിലേക്ക് എത്തുമ്പോൾ അത് ശ്രീവിനായകനും ചമ്പക്കുളവും, പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളവും സെന്റ് ജോർജും ജവഹർ തായങ്കരിയുമായാണ് ഹീറ്റ്സ് 2. ഹീറ്റ്സ് 3-ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത്. ചെറുതന ചുണ്ടൻ, UBC തുഴയുന്ന തലവടി ചുണ്ടൻ, സെന്റ് ബയസ് 10th, പായിപ്പാടൻ പുത്തൻ ചുണ്ടൻ. അങ്ങനെ 3ാം ഹീറ്റ്സിലും മത്സരം കടുക്കും. 4ാം ഹീറ്റ്സിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മരണ ഹീറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് 4ാം ഹീറ്റ്സിലാണ്. നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ, വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ, KTBCയുടെ നടുഭാഗം കരുവാറ്റ ചുണ്ടൻ. 5ാം ഹീറ്റ്സിൽ കാര്യമായ വെല്ലുവിളികൾ കാരിച്ചാലിനും പള്ളാത്തുരുത്തിക്കും ഉണ്ടാകില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് 5ാം ട്രാക്ക്. വലിയ ദിവാഞ്ചി, അതോടൊപ്പം തന്നെ മേൽപ്പാടം പുത്തൻചുണ്ടൻ. മേൽപ്പാടം പുത്തൻചുണ്ടൻ ഇത്തവണ കന്യാംഗത്തിന് നെഹ്റു ട്രോഫിക്കായി ഇറങ്ങുകയാണ്. 128 അടി വീതിയും 128 അടി നീളവും 64 ഇഞ്ച് വീതിയും 22 ഇഞ്ച് താഴ്ചയുമുള്ള വള്ളത്തിൽ 85 തുഴച്ചിലുകാരുമായാണ് ഇത്തവണ കുമരകം ബോട്ട് ക്ലബും അതോടൊപ്പം മറ്റ് SBCയും ചേർന്ന് മേൽപ്പാടം പുത്തൻചുണ്ടനെ നെഹ്റു ട്രോഫിയിൽ നീരിലണിയിക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ മത്സരത്തിൽ മേൽപ്പാടമുണ്ട്. ഒപ്പം കാരിച്ചാൽ 5ാം ഹിറ്റ്സിലാണ് കാരിച്ചാലും പള്ളാത്തുരുത്തിയും ആ ട്രാക്കിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷകൾ, വാനോളമാണ് പ്രതീക്ഷകൾ. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ ഒരു കരക്കാരും തയ്യാറല്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന, എന്റെ ഒരു നിഗമനം അനുസരിച്ച് ഫൈനൽ ഇങ്ങനെയാണ്. സ്വപ്ന ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇങ്ങനെയാണ്. കാരിച്ചാലും പള്ളാത്തുരുത്തിയും
നടുഭാഗവും KTBCയും വില്ലേജ് ബോട്ട് ക്ലബ്ബും വിയ്യപുരവും ഒപ്പം UBCയും തലവടിയും ഇവർ ഫൈനലിലേക്ക് എത്തുമെന്നുള്ളതാണ് വള്ളംകളി പ്രേമികളുടെ ഒരു കണക്കുകൂട്ടൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രയലുകളെല്ലാം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. വലിയ തിരിച്ചുവരവുകൾക്കും അതോടൊപ്പം തുടർച്ചയായ വിജയങ്ങൾക്കുമൊക്കെ മറ്റുകൂട്ടുന്ന ഒരു മത്സരമായിരിക്കും ഈ ഫൈനലാണ് നടക്കുന്നതെങ്കിൽ. കാരണം PBCയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി 5ാം കിരീടം 2018-ലും 19-ലും 22-ലും 23-ലും ഇനി 24-ൽ 5ാമത്തെ കിരീടമാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരിച്ചാലാകട്ടെ 2014-ലാണ് പുന്നമടയിൽ കിരീടവെട്ട് അവസാനിപ്പിച്ചത്. 10 വർഷത്തിനിപ്പുറം ഒരു തരത്തിലും കിരീടം നേടാൻ കാരിച്ചാലിനായിട്ടില്ല. ആ കാരിച്ചാലിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കാരിച്ചാൽ ഏൽപ്പിച്ചിരിക്കുന്നത് പള്ളാത്തുരുത്തിയാണ്. പള്ളാത്തുരുത്തി കിരീടവുമായി പള്ളാത്തുരുത്തിയിലേക്ക് കാരിച്ചാൽ